മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസ മുസ്തു. സ്റ്റേജിൽ ഗിറ്റാറും വെച്ച് മുന്നിലുള്ള മൈക്കിൽ പാട്ട് പാടി നിർത്തവേ ചുറ്റിലും കയ്യടികൾ ഉയർന്നു. അഞ്ചുമാരുടെ കയ്യടിക്കുമ്പോൾ ലച്ചു അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അത്രയും വലിയ ഹാളിൽ എങ്ങും നോക്കിയാൽ ആഡംബരം നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്കിടയിൽ ആ ഇടതങ്ങനെ നിൽക്കുമ്പം ലച്ചുവിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഇല്ല, പാടിത്തിരുത്തി ഇത് ഫേമസ് സിംഗറായ ആളാണെന്നൊക്കെ അവർ പറയുന്നത് ലച്ചു കേട്ടിരുന്നു. അഞ്ജു, ഞാനിപ്പോൾ വരാം. ഉള്ളിൽ അക്ഷയ ഓർത്ത് കൂട്ടി ഓരോ കാര്യങ്ങൾ എവിടെയെങ്കിലും പോയി ഒടുക്കി വിടണമെന്ന് തോന്നിയതും ലച്ചു അവിടുന്ന് എണീറ്റു. നീ അങ്ങോട്ടാ? ഞാനും വരാം. അഞ്ചു കൂടെ എണീക്കാൻ നിന്നതും ലച്ചു മുഖത്ത് ചിരി വരുത്തി അവൾ അവിടെ ഇരുത്തി. വാഷ്റൂമിലേക്കാണ് മോളെ. നീ ഇവിടെ ഏട്ടൻ്റെ കൂടെ ഇരി. ഞാനിത് പറഞ്ഞിട്ട് വന്നോളാം. പെട്ടെന്ന് വരണേ. ആന്ന് ഏട്ടാ, ഇപ്പം വരാം. അരുൺ തലയിട്ടതും ലച്ചു പിന്നെ ആരെയും നോക്കാതെ അവിടുന്ന് നടന്നു. വാഷ്റൂം നോക്കി അവസാനം കണ്ടുപിടിച്ച ലച്ചു അകത്തേക്ക് കയറാൻ നിന്നതും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ആളെ കണ്ടൊന്ന് ഞെട്ടി. അക്ഷയ്! അതുവരെ പിടിച്ചു നിർത്തിയ കണ്ണീർ അവനെ കണ്ടത് പുറത്തേക്ക് അണപ്പെട്ടി ഒഴുകിയിരുന്നു. അക്ഷയ്, നീ? പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് നടക്കാനൊരുങ്ങവേ അടയിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന് വരുത്തി അക്ഷയുടെ കയ്യിൽ കൈക്കോർത്ത് പോകാമെന്ന് ചോദിക്കെ ലച്ചു സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി. ലച്ചു, നീ എന്തിവിടെ? കൈ പിടിച്ചവളുടെ കൈ വിടിവിച്ചുകൊണ്ട് അക്ഷയ് ചോദിക്കുമ്പോൾ ലച്ചുവിൻ്റെ നോട്ടം അവൻ്റെ അടുത്തുള്ളവളിലായിരുന്നു. വിടിവിച്ച കൈ അതേപോലെ എടുത്തു വെച്ച് ഇതാരാ അക്ഷയ് എന്ന് അവൾ ചോദിക്കേണ്ട സമയം കാര്യങ്ങൾ ഏകദേശം ലച്ചുവിന് മനസ്സിലായിരുന്നു. രണ്ടും കണ്ണും തിരിഞ്ഞു വന്ന് വാശിയോടെ തുടച്ചു മാറ്റി ലച്ചു അവൾക്ക് നേരെ കൈനീട്ടി. ലക്ഷ്മി, ലച്ചു എന്ന് വിളിക്കും. ഞാനും അക്ഷയും ഒരേ കോളേജിലായിരുന്നു. പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കേ അക്ഷയ് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആഹാ, ഒരേ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നോ? ഏയ് അല്ല, അക്ഷയൻ്റെ സീനിയർ ആയിരുന്നു. വാവ്, എനിവേ ഐ ആം രാധിക അക്ഷയ്. നിൻ്റെ ഫ്രണ്ട് വിളിക്കുന്നില്ലേ നമ്മുടെ മാരേജിന്? പെട്ടെന്ന് അവൾ കയറി ചോദിക്കേ ലച്ചുവിനെ പോലെ തന്നെ അക്ഷയും ഒന്ന് ഞെട്ടി. ഇവരെ തന്നെ നോക്കി നിന്ന് രാധികയ്ക്ക് അവർ വെറും ഫ്രണ്ട്സ് മാത്രമല്ലെന്ന് ഇതിനോടൊക്കെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവനോട് കൂടുതൽ ചേർന്ന് നിന്നു. അക്ഷയ്! രാധിക വിളിക്കേ അക്ഷയ് ലച്ചുവിനെ നോക്കി എന്ത് പറയുന്നറിയാതെ നിന്നുപോയി. അവൻ്റെ നൃത്തം ലച്ചുവിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു. അക്ഷയ് എന്തോ ചിന്തയിലാണെന്ന് തോന്നുന്നു. എന്നാണ് രാധിക മാരേജ്? നെക്സ്റ്റ് മന്ത്. ഡൽഹി വെച്ചാണ്. ഞങ്ങളവിടെ വെച്ചാണല്ലോ അറിഞ്ഞതും സ്നേഹിച്ചതും. അക്ഷയ് അവിടെ കമ്പനി വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെയാണ് കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത്. സോ മാരേജ് അവിടെ വെച്ചാണ്. യാ ലക്ഷ്മി, എന്തായാലും വരണേ. വി അപ്പോളജൈസ് ഫോർ ടെലിംഗ് യു റൈറ്റ് നൗ ദാറ്റ്സ് ഇറ്റ് നൗ കാനോട്ട് കം ബിക്കോസ് അവർ എൻഗേജ്മെൻറ്റ് ഈസ് നെക്സ്റ്റ് മന്ത്. വി ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. തോളോട് ചേർത്ത് പിടിച്ച് ആരും അത് പറയുമ്പം ലച്ചു ഞെട്ടിയിരുന്നില്ല. അതാരാണെന്ന് നോക്കണമെന്ന് പോലും തോന്നിയില്ല അവൾക്ക്. കാരണം അത്രയൊക്കെ കേട്ടപ്പോൾ തന്നെ ലച്ചുവൊക്കെ തളർന്നു പോയിരുന്നു. ഹൂ ആർ യു? ലച്ചുവിനെ പിടിച്ച് പറയുന്നവനെ നോക്കി അക്ഷയ് ചോദിക്കേ രാധിക അവൻ്റെ ദേഷ്യം കൊണ്ട് മുഖം കൊട്ടി ലച്ചുവിനെ നോക്കി. ദർ ഇസ് നോ പോസിബിലിറ്റി നോട്ട് നോയിങ് മീ. പറഞ്ഞിട്ട് അവർ തലയിൽ ഗ്യാപ്പ് അഴുകിയ രാധിക അക്ഷയുടെ കൈവിട്ടു പോയിരുന്നു. വിഘ്നേഷ്! ഓ മൈ ഗോഡ്, ഐ കാൻ ബിലീവ് ദിസ്. അവനെ കണ്ട ഞെട്ടിലില്ലായിരുന്നു രാധിക. അക്ഷയ് കണ്ട് മാത്രമേ ആളെ മനസ്സിലായി. അത്രയും പോപ്പുലറായ സിംഗറിനെ അറിയാത്തവരായി ആരും അവിടെ കാണില്ല. ഐ എം ബിഗ് ഫാൻ ഓഫ് യുവേഴ്സ്. ഓ മൈ ഗോഡ്. അക്ഷയ് ആദ്യമായി ഞെട്ടിയെങ്കിലും ലച്ചു മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തോ വിശ്വാസം വരാതെ അവനെ പുച്ഛത്തോടെ നോക്കി. ലച്ചുസേ, നിൻ്റെ ഫ്രണ്ട്സിനെ നീ ക്ഷണിക്കുന്നില്ലേ? സോറി, നിങ്ങൾ വരണം. അക്ഷയ് രാധികയും കൂട്ടി വരണം. വിക്കിക്ക് എന്നെപ്പോലെ അങ്ങനെ ആർഭാടമൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് അടുത്തറിയുന്നവരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. വിക്കി ഇവിടെ വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ വരാം. അത്രയും പറഞ്ഞിട്ട് ലച്ചു അവൻ്റെ പുറത്ത് തട്ടി അകത്തേക്ക് പോകെ അക്ഷയ് ഞെട്ടി നിൽക്കുകയായിരുന്നു. ലച്ചു പോയതും വിക്കി അവരെ രണ്ടുപേരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഞങ്ങളിൽ ആദ്യം ഇഷ്ടം പറഞ്ഞു ചെന്നത് ഞാനായിരുന്നു. ലച്ചു ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ അവൾക്ക് തോന്നിക്കാണും എൻ്റേത് പ്യുവർ ലവ് ആണെന്ന്. പറഞ്ഞിട്ട് വിക്കി ചിരിക്കെ രാധിക അവൻ്റെ ലുക്കിൽ മുഴുകി നിൽപ്പായിരുന്നു. അപ്പോൾ ശരി അക്ഷയ്, എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. പറഞ്ഞിട്ട് വിക്കി അകത്തേക്ക് പോകെ അക്ഷയ് അവിടെ വായി നോക്കി നിൽക്കുന്ന രാധികയെ പല്ലും കടിച്ചു നോക്കി അവിടുത്തെ ദേഷ്യത്തിൽ നടന്നകന്നു. ഉള്ളിൽ ലച്ചുവിനെ നഷ്ടപ്പെടുത്തിയെന്ന കുറ്റബോധം വന്നു കൂടിയത് അക്ഷയ് അറിയുകയായിരുന്നു. അതിനോടൊപ്പം അവൾ മറ്റൊരാളെ ആലോചിക്കുമ്പോൾ തന്നെ അക്ഷയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായി. ഐ എം സോറി. മുഖത്തേക്ക് വീണ്ടും വീണ്ടും വെള്ളമൊലിക്കുന്ന ലച്ചുവിൻ്റെ അടുത്ത് ചെന്ന് വിക്കി പറയെ ലച്ചു ചെയ്യുന്നത് നിർത്തിവെച്ച് അടുത്തുള്ളവനെ നോക്കി. മുന്നേ കണ്ടിട്ടും ജുബി ഇനുമൊക്കെ ആളെ വീഡിയോസ് ഇരുന്ന് കാണുന്നതും കമൻറ്റ് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആളെ നോക്കിയൊരു നേർത്ത ചിരിയുടെ ലച്ചു നേർക്കുനേർ നിൽക്കെ വിക്കി അവൾക്ക് നേരെ ടിഷ്യൂ വെച്ച് കൊടുത്തു. താങ്ക്സ്. എന്തിനാ ടിഷ്യൂ തന്നത്? രണ്ടിനും എവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്തതിന്. വിക്കി തലയാട്ടെ ലച്ചു മുഖം തുറച്ച് കണ്ണാടിയിലൊന്ന് നോക്കി. കരഞ്ഞിട്ട് കണ്ണാടി നോക്കാൻ നിങ്ങൾ ഗേൾസിന് വല്ലാത്ത ഇഷ്ടമാണല്ലേ?
കേൾക്കെ ലച്ചു മുഖം തിരിച്ച് വിക്കിയെ നോക്കി. എന്താ? അല്ല, കരഞ്ഞിട്ടിങ്ങനെ നോക്കുന്നതേ. ലച്ചു ചിരിയോടെ വിക്കിക്ക് നേരെ കൈനീട്ടി. താങ്ക്സ്. അപ്പം ആരെങ്കിലും എവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ വീണു പോയേനെ. ഫസ്റ്റ് ലവ് ആണോ? ലച്ചു ഒന്നും മിണ്ടാതെ ശ്വാസം അയച്ചു വിട്ട് വിക്കി തന്നെ കൈ പിടിച്ചാട്ടി. ആ സമയത്ത് തന്നെ എങ്ങനെ അവിടെ എത്തി? അത് ഞാൻ ആരാണെന്ന് പോലും അറിയാതെ എങ്ങനെ കഴിഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ? ഞാനൊരു കള്ളനൊന്നുമല്ല, അങ്ങനെയൊന്നും കരുതല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ബ്രോ. ഓക്കെ ഞാനവിടെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കേട്ടപ്പോൾ ഇയാൾക്ക് അങ്ങനെയൊന്നും ആവശ്യമാണെന്ന് തോന്നി വന്നു പറഞ്ഞു, അത്രയേ ഉള്ളൂ. എന്തായാലും കലക്കി, താങ്ക്സ്. പറഞ്ഞിട്ട് ചിരിക്കുന്ന വിക്കിയെ ലച്ചു ചിരിയോടെ തന്നെ പരിചയപ്പെട്ടു. തിരിച്ച് ഒരുമിച്ച് അരുണിൻ്റെ അടുത്ത് ചെല്ലുമ്പം ലച്ചു അഞ്ജുവിനോട് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഫുഡെല്ലാം 4 പേരും ഒരുമിച്ച് തന്നെയായിരുന്നു കഴിച്ചത്. 2-3 തവണ അക്ഷയെ കണ്ടെങ്കിലും ലച്ചു അത് കണക്കിൽ തന്നെ എടുക്കാതെ വിക്കിയുടെ കൂടെ നടന്നു. അരുൺ ലച്ചുവിനെ അഞ്ജുവിന് കാണിച്ചു കൊടുക്കേ അഞ്ജു ചിരിയോടെ എന്തൊക്കെയോ അരുണിനോട് പറയുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ലച്ചു വിക്കിയുടെ നമ്പർ വാങ്ങി. തരില്ലെന്നൊക്കെ കരുതിയെങ്കിലും വിക്കി കൊടുത്തു. അങ്ങനെ യാത്ര പറഞ്ഞിട്ട് ലച്ചു പോകുമ്പോൾ വിക്കിയുടെ കണ്ണുകൾ ലച്ചുവിൽ തന്നെയായിരുന്നു. ചിരിയോടെ അവനെ വെയിറ്റ് ചെയ്ത കാറിൽ കയറി പോകുമ്പോൾ ദേഷ്യത്തോടെ നീക്കി നിൽക്കുന്ന അക്ഷയെ നോക്കി ചിരിക്കാൻ വിക്കി മറന്നില്ല. തുടരും. ഈ വിക്കിനി ലച്ചുവിൻ്റെ നായകനാകുമോ? കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്തേക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ.